എസ്രയുടെ പുസ്തകം 6-ാം അധ്യായം. ദാര്യാവേശ് രാജാവ് കൽപ്പന കൊടുത്ത പ്രകാരം അവർ ബാബേലിൽ ഭണ്ഡാരം സംഗ്രഹിച്ചു വെച്ചിരുന്ന രേഖാശാലയിൽ പരിശോധന കഴിച്ചു. അവർ മേധ്യ സംസ്ഥാനത്തിലെ അഹ്മേദ രാജധാനിയിൽ ഒരു ചുരുൾ കണ്ടെത്തി. അതിൽ ജ്ഞാപകമായിട്ട് എഴുതിയിരുന്നത് എന്തെന്നാൽ, കോരേശ് രാജാവിൻ്റെ 1-ാം ആണ്ടിൽ കോരേശ് രാജാവ് കൽപ്പന കൊടുത്തത് യെരൂശലേമിലെ ദൈവാലയം യാഗം കഴിക്കുന്ന സ്ഥലമായി പണിയണം. അതിൻ്റെ അടിസ്ഥാനങ്ങൾ ഉറപ്പായിട്ടിടണം. അതിന് 60 മുഴം ഉയരവും 60 മുഴം വീതിയും ഉണ്ടായിരിക്കണം. വലിയ കല്ലുകൊണ്ട് 3 വരിയും പുതിയ ഉത്തരങ്ങൾ കൊണ്ട് 1 വരിയും ഉണ്ടായിരിക്കണം. ചെലവ് രാജാവിൻ്റെ ഭണ്ഡാരഗൃഹത്തിൽ നിന്ന് കൊടുക്കണം. അതുകൂടാതെ നെബൂഖദ്നേസർ യെരൂശലേമിലെ ദൈവാലയത്തിൽ നിന്ന് എടുത്തു ബാബേലിലേക്ക് കൊണ്ടുവന്ന ദൈവാലയം വക പൊന്നും വെള്ളിയും കൊണ്ടുള്ള ഉപകരണങ്ങൾ മടക്കി കൊടുക്കുകയും അവ യെരൂശലേമിലെ മന്ദിരത്തിൽ അതതിൻ്റെ സ്ഥലത്ത് വരികയും തക്കവണ്ണം ദൈവാലയത്തിൽ വയ്ക്കുകയും വേണം. ആകയാൽ നദിക്ക് അക്കരെ ദേശാധിപതിയായ തത്നായിയെ ഷെദർബോസ്നയെ നിങ്ങളും നദിക്കക്കരെയുള്ള അഫർസിക്കാരായ നിങ്ങളുടെ കൂട്ടക്കാരും അവിടെ നിന്ന് അകന്നു നിൽക്കണം. ഈ ദൈവാലയത്തിൻ്റെ പണികാര്യത്തിൽ നിങ്ങൾ ഇടപെടരുത്. യഹൂദന്മാരുടെ ദേശാധിപതിയും യഹൂദന്മാരുടെ മൂപ്പന്മാരും ഈ ദൈവാലയം അതിൻ്റെ സ്ഥാനത്തു തന്നെ പണിയട്ടെ. ഈ ദൈവാലയം പണിയേണ്ടതിന് നിങ്ങൾ യഹൂദന്മാരുടെ മൂപ്പന്മാർക്ക് ചെയ്യേണ്ടുന്നതിനെക്കുറിച്ച് ഞാൻ കൽപ്പിക്കുന്നത് എന്തെന്നാൽ, നദിക്ക് അക്കരെ പിരിയുന്ന കരമായ രാജാവിൻ്റെ മുതലിൽ നിന്ന് ആ ആളുകൾക്ക് കാലതാമസം കൂടാതെ കൃത്യമായി ചെലവും കൊടുക്കേണ്ടതാകുന്നു. അവർ സ്വർഗത്തിലെ ദൈവത്തിന് സൗരഭ്യവാസനയുള്ള യാഗമർപ്പിക്കേണ്ടതിനും രാജാവിൻ്റെയും അവൻ്റെ പുത്രന്മാരുടെയും ക്ഷേമത്തിനു വേണ്ടി പ്രാർത്ഥിക്കേണ്ടതിനും സ്വർഗത്തിലെ ദൈവത്തിന് ഹോമയാഗം കഴിപ്പാൻ അവർക്ക് ആവശ്യമുള്ള കാളക്കിടാങ്ങൾ, ആട്ടുകൊറ്റന്മാർ, കുഞ്ഞാടുകൾ, കോതമ്പ്, ഉപ്പ്, വീഞ്ഞ്, എണ്ണ എന്നിവയും യെരൂശലേമിലെ പുരോഹിതന്മാർ പറയും പോലെ ദിവസം പ്രതി കുറവ് കൂടാതെ കൊടുക്കേണ്ടതാകുന്നു. ആരെങ്കിലും ഈ കൽപ്പന മാറ്റിയാൽ അവൻ്റെ വീട്ടിൽ ഉത്തരം വലിച്ചെടുത്ത് നാട്ടി അതിന്മേൽ അവനെ തൂക്കിക്കളയണം. അവൻ്റെ വീട് അത് നിമിത്തം കുപ്പക്കുന്ന് ആക്കിക്കളയുകയും വേണം എന്ന് ഞാൻ കൽപ്പന കൊടുക്കുന്നു. ഇത് മാറ്റുവാനും യെരൂശലേമിലെ ഈ ദൈവാലയം നശിപ്പിപ്പാനും തുനിയുന്ന ഏത് രാജാവിനും ജനത്തിനും തൻ്റെ നാമം അവിടെ വസിക്കുമാറാക്കിയ ദൈവം നിർമൂലനാശം വരുത്തും. ദാര്യാവേശായ ഞാൻ കൽപ്പന കൊടുക്കുന്നു. ഇത് ജാഗ്രതയോടെ നിവർത്തിക്കേണ്ടതാകുന്നു. അപ്പോൾ നദിക്ക് ഇക്കരെയുള്ള ദേശാധിപതിയായ തത്നായിയും ഷെദർബോസ്നായിയും അവരുടെ കൂട്ടക്കാരും ദാര്യാവേശ് രാജാവ് കൽപ്പന അയച്ചതുപോലെ തന്നെ ജാഗ്രതയോടെ ചെയ്തു. യഹൂദന്മാരുടെ മൂപ്പന്മാർ പണിതു. ഹഗായി പ്രവാചകനും ഇദ്ദോവിൻ്റെ മകനായ സെഖര്യാവും പ്രവചിച്ചതിനാൽ അവർക്ക് സാധിച്ചും വന്നു. അവർ ഇസ്രായേലിലെ ദൈവത്തിൻ്റെ കൽപ്പന പ്രകാരം കോരേശിൻ്റെയും ദാര്യാവേശിൻ്റെയും പാർസി രാജാവായ അർത്തഷ്ടാവിൻ്റെയും കൽപ്പന പ്രകാരം അത് പണിതു തീർത്തു. ദാര്യാവേശ് രാജാവിൻ്റെ വാഴ്ചയുടെ 6-ാം ആണ്ടിൽ ആദാർ മാസം 3-ാം തീയതി ഈ ആലയം പണിതു തീർന്നു. ഇസ്രായേൽ മക്കളും പുരോഹിതന്മാരും ലേവ്യരും ശേഷം പ്രവാസികളും സന്തോഷത്തോടെ ഈ ദൈവാലയത്തിൻ്റെ പ്രതിഷ്ഠ കഴിച്ചു. ഈ ദൈവാലയത്തിൻ്റെ പ്രതിഷ്ഠയ്ക്ക് 100 കാളയെയും 200 ആട്ടുകൊറ്റനെയും 400 കുഞ്ഞാടിനെയും ഇസ്രായേൽ ഗോത്രങ്ങളുടെ എണ്ണത്തിനൊത്തവണ്ണം എല്ലാ ഇസ്രായേലിനും വേണ്ടി പാപയാഗത്തിനായിട്ട് 12 വെള്ളാട്ടുകൊറ്റനെയും യാഗം കഴിച്ചു. മോശയുടെ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നത് പോലെ അവർ യെരൂശലേമിലുള്ള ദൈവത്തിൻ്റെ ശുശ്രൂഷയ്ക്ക് പുരോഹിതന്മാരെ കൂറുകൂറായി ലേവ്യരെ തരംതരമായി നിർത്തി. 1-ാം മാസം 14-ാം തീയതി പ്രവാസികൾ പെസഹ ആചരിച്ചു. പുരോഹിതന്മാരും ലേവ്യരും തങ്ങളെ തന്നെ ഒരുപോലെ ശുദ്ധീകരിച്ചു. എല്ലാവരും ശുദ്ധിയുള്ളവരായിരുന്നു. അവർ സകല പ്രവാസികൾക്കും തങ്ങളുടെ സഹോദരന്മാരായ പുരോഹിതന്മാർക്കും തങ്ങൾക്കും വേണ്ടി പെസഹ അറുത്തു. അങ്ങനെ പ്രവാസത്തിൽ നിന്നും മടങ്ങി വന്ന ഇസ്രായേൽ മക്കളും ഇസ്രായേലിലെ ദൈവമായ യഹോവയെ അന്വേഷിക്കേണ്ടതിന് ദേശത്തെ ജാതികളുടെ അശുദ്ധിയെ വെടിഞ്ഞ് വന്നവരൊക്കെയും പെസഹ തിന്നു. യഹോവ അവരെ സന്തോഷിപ്പിക്കുകയും ഇസ്രായേലിൽ ദൈവത്തിൻ്റെ ആലയത്തിൻ്റെ പണിയിൽ അവരെ സഹായിക്കേണ്ടതിന് അശൂർ രാജാവിൻ്റെ ഹൃദയത്തെ അവർക്ക് അനുകൂലമാക്കുകയും ചെയ്തതുകൊണ്ട് അവർ പുളിപ്പില്ലാത്ത അപ്പത്തിൻ്റെ പെരുന്നാൾ 7 ദിവസം സന്തോഷത്തോടെ ആചരിച്ചു. എസ്രയുടെ പുസ്തകം 7-ാം അധ്യായം. അതിനുശേഷം പാർസി രാജാവായ അർത്തഷ്ടാവിൻ്റെ വാഴ്ചക്കാലത്ത് എസ്ര ബാബേലിൽ നിന്ന് വന്നു. അവൻ സെരായാവിൻ്റെ മകൻ, അവൻ അസര്യാവിൻ്റെ മകൻ, അവൻ ഹിൽക്കിയാവിൻ്റെ മകൻ, അവൻ ശലൂമിൻ്റെ മകൻ, അവൻ സാദോക്കിൻ്റെ മകൻ, അവൻ അഹീത്തൂബിൻ്റെ മകൻ, അവൻ അമര്യാവിൻ്റെ മകൻ, അവൻ അസര്യാവിൻ്റെ മകൻ, അവൻ മെരായോത്തിൻ്റെ മകൻ, അവൻ സെരഫ്യാവിൻ്റെ മകൻ, അവൻ ഉസ്സിയുടെ മകൻ, അവൻ മുഖിയുടെ മകൻ, അവൻ അബീഷുയുടെ മകൻ, അവൻ ഫീനെഹാസിൻ്റെ മകൻ, അവൻ എലയാസറിൻ്റെ മകൻ, അവൻ മഹാപുരോഹിതനായ അഹ്റോൻ്റെ മകൻ.
ഈ എസ്രാ ഇസ്രായേലിൻ്റെ ദൈവമായ യഹോവ നൽകിയ മോശയുടെ ന്യായപ്രമാണത്തിൽ വിദഗ്ധനായി ശാസ്ത്രിയായിരുന്നു. അവൻ്റെ ദൈവമായ യഹോവയുടെ കൈ അവന് അനുകൂലമായിരിക്കുകയാൽ രാജാവ് അവൻ്റെ അപേക്ഷയൊക്കെയും അവന് നൽകി. അവനോടുകൂടി ഇസ്രായേൽ മക്കളിൽ പുരോഹിതന്മാരിലും ലേവ്യരിലും സംഗീതക്കാരിലും വാതിൽ കാവൽക്കാരിലും ദേവാലയദാസന്മാരിലും ചിലർ അശ്രഷാവിൻ്റെ 7-ാം ആണ്ടിൽ യെരൂശലേമിൽ വന്നു. 5-ാം മാസത്തിലായിരുന്നു അവൻ യെരൂശലേമിൽ വന്നത്. അത് രാജാവിൻ്റെ 7-ാം ആണ്ടായിരുന്നു. 1-ാം മാസം 1-ാം തീയതി അവൻ ബാബേലിൽ നിന്നും യാത്ര പുറപ്പെട്ടു. തൻ്റെ ദൈവത്തിൻ്റെ കൈ തനിക്ക് അനുകൂലമായിരുന്നതുകൊണ്ട് അവൻ 5-ാം മാസം 1-ാം തീയതി യെരൂശലേമിലെത്തി. യഹോവയുടെ ന്യായപ്രമാണം പരിശോധിപ്പാനും അതനുസരിച്ച് നടപ്പാനും ഇസ്രായേലിൽ അതിൻ്റെ ചട്ടങ്ങളും വിധികളും ഉപദേശിച്ചും എസ്രാ മനസ്സു വെച്ചിരുന്നു. ഇസ്രായേലിനോടുള്ള യഹോവയുടെ കൽപ്പനകളുടെയും ചട്ടങ്ങളുടെയും വാക്യങ്ങളിൽ വിദഗ്ധ ശാസ്ത്രിയായി എസ്രാ പുരോഹിതന് അർത്തഷ്ഠ രാജാവ് കൊടുത്ത എഴുത്തിൻ്റെ പകർപ്പാവിത്. രാജാതിരാജാവായ അർത്തഷ്ടാവ് സ്വർഗത്തിലെ ദൈവത്തിൻ്റെ ന്യായപ്രമാണത്തിൽ ശാസ്ത്രിയായി എസ്രാ പുരോഹിതന് എഴുതുന്നത് ഇത്യാദി. നമ്മുടെ രാജ്യത്തുള്ള ഇസ്രായേൽ ജനത്തിലും അവൻ്റെ പുരോഹിതന്മാരിലും ലേവ്യരിലും യെരൂശലേമിലേക്ക് പോകുവാൻ മനസ്സുള്ള ഏവനും നിന്നോടുകൂടെ പോരുന്നതിന് ഞാൻ കൽപ്പന കൊടുത്തിരിക്കുന്നു. നിന്റെ കൈവശം ഇരിക്കുന്ന നിന്റെ ദൈവത്തിൻ്റെ ന്യായപ്രമാണ പ്രകാരം യഹൂദയിലെയും യെരൂശലേമിലെയും കാര്യം അന്വേഷിപ്പാനും രാജാവും അവൻ്റെ മന്ത്രിമാരും യെരൂശലേമിൽ അധിവസിക്കുന്ന ഇസ്രായേലിൻ്റെ ദൈവത്തിന് ഔദാര്യമായി കൊടുത്തിരിക്കുന്ന വെള്ളിയും പൊന്നും ബാബേൽ സംസ്ഥാനത്തിൽ നിന്നൊക്കെയും നിനക്ക് ലഭിക്കുന്ന വെള്ളിയും പൊന്നും എല്ലാം യെരൂശലേമിൽ തങ്ങളുടെ ദൈവത്തിൻ്റെ ആലയം വകയ്ക്ക് ജനവും പുരോഹിതന്മാരും തരുന്ന ഔദാര്യദാനങ്ങളോടും കൂടെ കൊണ്ടുപോകുവാനും രാജാവും അവൻ്റെ 7 മന്ത്രിമാരും നിന്നെ അയക്കുന്നു. ആകയാൽ നീ ജാഗ്രതയോടെ ആ ദ്രവ്യം കൊണ്ട് കാളകളെയും ആട്ടുകൊറ്റന്മാരെയും കുഞ്ഞാടുകളെയും അവയ്ക്ക് വേണ്ടുന്ന ഭോജനയാഗങ്ങളെയും പാനീയയാഗങ്ങളെയും മേടിച്ച് യെരൂശലേമിലുള്ള നിങ്ങളുടെ ദൈവത്തിൻ്റെ ആലയത്തിലെ യാഗപീഠത്തിന്മേൽ അർപ്പിക്കണം. ശേഷിപ്പുള്ള വെള്ളിയും പൊന്നും കൊണ്ട് ചെയ്യുവാൻ നിനക്കും നിന്റെ സഹോദരന്മാർക്കും യുക്തമെന്ന് തോന്നും പോലെ നിങ്ങളുടെ ദൈവത്തിന് പ്രസാദമാകും വണ്ണം ചെയ്തുകൊള്ളുവിൻ. നിന്റെ ദൈവത്തിൻ്റെ ആലയത്തിലെ ശുശ്രൂഷയ്ക്കായിട്ടും നിന്റെ കൈവശം തന്നിരിക്കുന്ന ഉപകരണങ്ങളും നീ യെരൂശലേമിൻ്റെ ദൈവത്തിൻ്റെ സന്നിധിയിൽ ഏൽപ്പിക്കണം. നിന്റെ ദൈവത്തിൻ്റെ ആലയത്തിന് പിന്നെയും ആവശ്യമുള്ളതായി കൊടുക്കേണ്ടി വരുന്ന നീ രാജാവിൻ്റെ ഭണ്ഡാരഗൃഹത്തിൽ നിന്ന് കൊടുത്തുകൊള്ളണം. അർത്തഷ്ഠ രാജാവായ നാം നദിക്ക് അക്കരെയുള്ള സകല ഭണ്ഡാര വിചാരകന്മാർക്കും കൽപ്പന കൊടുക്കുന്നത് എന്തെന്നാൽ, സ്വർഗത്തിലെ ദൈവത്തിൻ്റെ ന്യായപ്രമാണത്തിൽ ശാസ്ത്രിയായ എസ്രാ പുരോഹിതൻ നിങ്ങളോട് ചോദിക്കുന്നതൊക്കെ 100 താലന്ത് വെള്ളിയും 100 കോർ കോതമ്പും 100 ബത്ത് വീഞ്ഞും 100 ബത്ത് എണ്ണയും വരെയും ഉപ്പ് വീണ്ടും പോലെയും ജാഗ്രതയോടെ കൊടുക്കണം. രാജാവിൻ്റെയും അവൻ്റെ പുത്രന്മാരുടെയും രാജ്യത്തിന്മേൽ ക്രോധം വരാതിരിക്കേണ്ടതിന് സ്വർഗത്തിലെ ദൈവത്തിൻ്റെ കൽപ്പന പ്രകാരം സ്വർഗത്തിലെ ദൈവത്തിൻ്റെ ആലയത്തിന് അവകാശമുള്ളതൊക്കെയും കൃത്യമായി ചെയ്യേണ്ടതാകുന്നു. പുരോഹിതന്മാർ, ലേവ്യർ, സംഗീതക്കാർ, വാതിൽ കാവൽക്കാർ, ദേവാലയദാസന്മാർ എന്നിവയ്ക്കും ദൈവത്തിൻ്റെ ഈ ആലയത്തിൽ ശുശ്രൂഷിക്കുന്ന യാതൊരുത്തിനും കരമോ നികുതിയോ ചുങ്കമോ ചുമത്തുന്നത് വിഹിതമല്ല എന്നും നാം നിങ്ങൾക്ക് അറിവ് തരുന്നു. നീയോ എസ്രായേ, നിനക്ക് നിന്റെ ദൈവം നൽകിയ ജ്ഞാനപ്രകാരം നദിക്കക്കരെ പാർക്കുന്ന സകല ജനത്തിലും നിന്റെ ദൈവത്തിൻ്റെ ന്യായപ്രമാണങ്ങളെ അറിയുന്ന ഏവർക്കും തന്നെ ന്യായം പാലിച്ചു കൊടുക്കേണ്ടതിന് അധികാരികളെയും ന്യായാധിപന്മാരെയും നിയമിക്കണം. അറിയാത്തവർക്കോ നിങ്ങൾ അവയെ ഉപദേശിച്ചു കൊടുക്കണം. എന്നാൽ നിന്റെ ദൈവത്തിൻ്റെ ന്യായപ്രമാണവും രാജാവിൻ്റെ ന്യായപ്രമാണവും അനുസരിക്കാതെ ഏവനെയും ജാഗ്രതയോടെ ന്യായം വിസ്തരിച്ച് മരണമോ പ്രവാസമോ പിഴയോ തടവോ അവന് കൽപ്പിക്കേണ്ടതാകുന്നു. യെരൂശലേമിലെ യഹോവയുടെ ആലയത്തിലെ അലങ്കരിക്കേണ്ടതിന് ഇങ്ങനെ രാജാവിന് തോന്നിക്കുകയും രാജാവിൻ്റെയും അവൻ്റെ മന്ത്രിമാരുടെയും രാജാവിൻ്റെ സകല വീരന്മാരുടെയും ദയ എനിക്ക് ലഭിക്കുമാറാക്കുകയും ചെയ്ത നമ്മുടെ പിതാക്കന്മാരുടെ ദൈവമായ യഹോവ വാഴ്ത്തപ്പെട്ടവൻ. ഇങ്ങനെ എൻ്റെ ദൈവമായ യഹോവയുടെ കൈ എനിക്ക് അനുകൂലമായിരുന്നതിനാൽ ഞാൻ ധൈര്യപ്പെട്ട് എന്നോടുകൂടെ പോരേണ്ടതിന് ഇസ്രായേലിലെ ചില തലവന്മാരെ കൂട്ടിവരുത്തി. എസ്രയുടെ പുസ്തകം 8-ാം അധ്യായം. അർത്തഷ്ഠ രാജാവിൻ്റെ കാലത്ത് ബാബേലിൽ നിന്ന് എന്നോടുകൂടെ പോന്ന പിതൃഭവന തലവന്മാരും അവരുടെ വംശാവലികളുമാവിത്: ഫിനെഹാസിൻ്റെ പുത്രന്മാരിൽ ഗർഷോം, ഈഥാമാരിൻ്റെ പുത്രന്മാരിൽ ദാനിയേൽ, ദാവീദിൻ്റെ പുത്രന്മാരിൽ ഹത്തൂഷ്, ശെഖന്യാവിൻ്റെ പുത്രന്മാരിൽ പാറോഷിൻ്റെ പുത്രന്മാരിൽ സെഖര്യാവും അവനോടുകൂടെ വംശാവലിയിൽ എഴുതിയിരുന്ന 150 പുരുഷന്മാരും, പഹത്ത് മോവാബിൻ്റെ പുത്രന്മാരിൽ സെറഹ്യാവിൻ്റെ മകനായ എല്യഹോവേനായും അവനോടുകൂടെ 200 പുരുഷന്മാരും, ശെഖന്യാവിൻ്റെ പുത്രന്മാരിൽ യഹസിയേലിൻ്റെ മകനും അവനോടുകൂടെ 300 പുരുഷന്മാരും, ആദീൻ്റെ പുത്രന്മാരിൽ യോനാഥാൻ്റെ മകനായ ഏബദും അവനോടുകൂടെ 50 പുരുഷന്മാരും, ഏലാമിൻ്റെ പുത്രന്മാരിൽ അദല്യാവിൻ്റെ മകനായ യെശയ്യാവും അവനോടുകൂടെ 70 പുരുഷന്മാരും,
ഷെഫത്യാവിന്റെ പുത്രന്മാരിൽ മീഖായേലിന്റെ മകനായ സെബദ്യാവും അവനോടുകൂടി 80 പുരുഷന്മാരും, യോവാബിന്റെ പുത്രന്മാരിൽ യെഹിയേലിന്റെ മകനായ യോബദ്യാവും അവനോടുകൂടി 218 പുരുഷന്മാരും, ഷെലൂമീത്തിന്റെ പുത്രന്മാരിൽ യോസിർഫാവിന്റെ മകനും അവനോടുകൂടെ 160 പുരുഷന്മാരും, ബേബായിയുടെ പുത്രന്മാരിൽ ബേബായിയുടെ മകനായ സെഖറിയാവും അവനോടുകൂടി 28 പുരുഷന്മാരും, അസാദിന്റെ പുത്രന്മാരിൽ ഹക്കാദാന്റെ മകനായ യോഹാനാനും അവനോട് കൂടെ 110 പുരുഷന്മാരും, അദോനിക്കാമിന്റെ ഒടുവിലത്തെ പുത്രന്മാരിൽ എലീഫേലെത്ത്, എയ്യേൽ, ഷെമയ്യാവ് എന്നിവരും അവരോടുകൂടെ 60 പുരുഷന്മാരും, ബിഗ്വായുടെ പുത്രന്മാരിൽ ഊദായിയും സബൂദും അവരോടുകൂടെ 70 പുരുഷന്മാരും. ഇവരെ ഞാൻ അഹവായിലേക്ക് ഒഴുകുന്ന ആറ്റിനരികെ കൂട്ടിവരുത്തി. അവിടെ ഞങ്ങൾ 3 ദിവസം പാളയമടിച്ചു പാർത്തു. ഞാൻ ജനത്തെയും പുരോഹിതന്മാരെയും പരിശോധിച്ചു നോക്കിയപ്പോൾ ലേവ്യരിൽ ആരെയും അവിടെ കണ്ടില്ല. ആകയാൽ ഞാൻ എലീസർ, അരിയേൽ, ശെമയ്യാവ്, എൽനാഥാൻ, യാരീബ്, എൽനാഥാൻ, നാഥാൻ, സെഖര്യാവ്, മെഷുല്ലാം എന്നീ തലവന്മാരെയും യോയാരീബ്, എൽനാഥാൻ എന്ന ഉപാധ്യായന്മാരെയും വിളിപ്പിച്ചു. കാസിഫ്യ എന്ന സ്ഥലത്തിലെ പ്രധാനിയായ ഇദ്ദോവിൻ്റെ അടുക്കൽ അയച്ചു. നമ്മുടെ ദൈവത്തിൻ്റെ ആലയത്തിൻ്റെ ശുശ്രൂഷക്കാരന്മാരെ ഞങ്ങളുടെ അടുക്കൽ കൊണ്ടുവരേണ്ടതിന് അവർ കാസിഫ്യയിലെ ഇദ്ദോവോടും അവൻ്റെ സഹോദരന്മാരായ ദൈവാലയദാസന്മാരോടും പറയേണ്ടുന്ന വാക്കുകളെ അവർക്ക് ഉപദേശിച്ചു കൊടുത്തു. ഞങ്ങളുടെ ദൈവത്തിൻ്റെ കൈ ഞങ്ങൾക്ക് അനുകൂലമായിരുന്നതിനാൽ അവർ ഇസ്രായേലിന്റെ ദൈവമായ ലേവിയുടെ മകനായ മകളയുടെ പുത്രന്മാരിൽ വിവേകമുള്ള ഒരു പുരുഷൻ ശേരബ്യാവ്, അവൻ്റെ പുത്രന്മാർ സഹോദരന്മാർ ഇങ്ങനെ 18 പേരെയും, മെരാരി പുത്രന്മാരിൽ ഹശബ്യാവ് അവനോടുകൂടെ യെശയ്യാവ്, അവൻ്റെ പുത്രന്മാർ സഹോദരന്മാർ ഇങ്ങനെ 20 പേരെയും, ദാവീദും പ്രഭുക്കന്മാരും ലേവ്യർക്ക് ശുശ്രൂഷക്കാരായി കൊടുത്ത ദൈവാലയദാസന്മാരിൽ 220 പേരെയും ഞങ്ങളുടെ അടുക്കൽ കൂട്ടിക്കൊണ്ടുവന്നു. അവരുടെ പേരൊക്കെയും കുറിച്ചു വച്ചിരുന്നു. അനന്തരം ഞങ്ങൾ ഞങ്ങളുടെ ദൈവത്തിൻ്റെ സന്നിധിയിൽ ഞങ്ങളെ തന്നെ താഴ്ത്തേണ്ടതിനും ഞങ്ങൾക്കും ഞങ്ങളുടെ കുഞ്ഞുകുട്ടികൾക്കും ഞങ്ങളുടെ സകല സമ്പത്തിനും വേണ്ടി ശുഭയാത്ര അവനോട് യാചിക്കേണ്ടതിനും ഞാൻ അവിടെ അഹവ ആറ്റിൻ്റെ അരികെ വെച്ച് ഒരു ഉപവാസം പ്രസിദ്ധപ്പെടുത്തി. ഞങ്ങളുടെ ദൈവത്തിൻ്റെ കൈ അവനെ അന്വേഷിക്കുന്ന ഏവർക്കും അനുകൂലമായും അവനെ ഉപേക്ഷിക്കുന്ന ഏവർക്കും പ്രതികൂലമായും ഇരിക്കുന്നു എന്ന് ഞങ്ങൾ രാജാവിനോട് പറഞ്ഞിരുന്നത് കൊണ്ട് വഴിയിൽ ശത്രുവിൻ്റെ നേരെ ഞങ്ങൾക്ക് തുണയായിരിക്കേണ്ടതിന് പടയാളികളെയും കുതിരച്ചേവകരെയും രാജാവിനോട് ചോദിപ്പാൻ ഞാൻ ലജ്ജിച്ചിരുന്നു. അങ്ങനെ ഞങ്ങൾ ഉപവസിച്ച് ഞങ്ങളുടെ ദൈവത്തോട് അതിനെക്കുറിച്ച് പ്രാർത്ഥിച്ച് അവൻ ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടു. പിന്നെ ഞാൻ പുരോഹിതന്മാരുടെയും പ്രധാനികളിൽ വെച്ച് ശേരബ്യാവെയും ഹശബ്യാവെയും അവരോടുകൂടി അവരുടെ സഹോദരന്മാരിൽ 10 പേരെയും ഇങ്ങനെ 12 പേരെ തിരഞ്ഞെടുത്തു. രാജാവും അവൻ്റെ മന്ത്രിമാരും പ്രഭുക്കന്മാരും അവിടെയുള്ള ഇസ്രായേലിലൊക്കെയും നമ്മുടെ ദൈവത്തിൻ്റെ ആലയം വകയ്ക്ക് അർപ്പിച്ചിരുന്ന വഴിപാടായി വെള്ളിയും പൊന്നും ഉപകരണങ്ങളും ഞാൻ അവർക്ക് തൂക്കിക്കൊടുത്തു. ഞാൻ അവരുടെ കയ്യിൽ 650 താലന്ത് വെള്ളിയും 100 താലന്ത് വെള്ളി ഉപകരണങ്ങളും 100 താലന്ത് പൊന്നും 1000 തങ്കക്കാശ് വിലയുള്ള 20 പൊൻപാത്രങ്ങളും പൊന്നുപോലെ വിലയുള്ളതായി മിനുക്കിയ നല്ല താമ്രം കൊണ്ട് 2 പാത്രങ്ങളും തൂക്കിക്കൊടുത്തു. ഞാൻ അവരോട്, നിങ്ങൾ ദൈവത്തിന് വിശുദ്ധന്മാരാകുന്നു, ഉപകരണങ്ങളും വിശുദ്ധം തന്നെ. വെള്ളിയും പൊന്നും നിങ്ങളുടെ പിതാക്കന്മാരുടെ ദൈവമായ യഹോവയ്ക്ക് ഔദാര്യദാനമാകുന്നു. നിങ്ങൾ അവയെ യെരൂശലേമിലെ യഹോവയുടെ ആലയത്തിലെ അറകളിൽ പുരോഹിതന്മാരുടെയും ലേവ്യരുടെയും പ്രധാനികൾക്കും ഇസ്രായേലിന്റെ പിതൃഭവന തലവന്മാർക്കും തൂക്കി ഏൽപ്പിക്കും വരെ ജാഗരിച്ചു കാത്തുകൊള്ളുവിൻ എന്ന് പറഞ്ഞു. അങ്ങനെ പുരോഹിതന്മാരും ലേവ്യരും ആ വെള്ളിയും പൊന്നും ഉപകരണങ്ങളും യെരൂശലേമിൽ ഞങ്ങളുടെ ദൈവത്തിൻ്റെ ആലയത്തിലേക്ക് കൊണ്ടുപോകേണ്ടതിന് തൂക്കപ്രകാരം ഏറ്റുവാങ്ങി. യെരൂശലേമിന് പോകുവാൻ ഞങ്ങൾ 1-ാം മാസം 12-ാം തീയതി അഹവ ആറ്റിങ്കൽ നിന്ന് പുറപ്പെട്ടു. ഞങ്ങളുടെ ദൈവത്തിൻ്റെ കൈ ഞങ്ങൾക്ക് അനുകൂലമായിരുന്നു. അവൻ ശത്രുവിൻ്റെ കയ്യിൽ നിന്നും വഴിയിൽ പതിയിരിക്കുന്നവരുടെ കയ്യിൽ നിന്നും ഞങ്ങളെ കാത്തുരക്ഷിച്ചു. അങ്ങനെ ഞങ്ങൾ യെരൂശലേമിലെത്തി അവിടെ 3 ദിവസം പാർത്തു. 4-ാം ദിവസം ഞങ്ങൾ ആ വെള്ളിയും പൊന്നും ഉപകരണങ്ങളും നമ്മുടെ ദൈവത്തിൻ്റെ ആലയത്തിൻ്റെ ഊരിയ പുരോഹിതൻ്റെ മകനായ മെരേമോത്തിൻ്റെ കയ്യിൽ തൂക്കിക്കൊടുത്തു. അവനോടുകൂടെ ഫീനെഹാസിൻ്റെ മകനായ എലയാസരും അവനോടുകൂടെ യേശുവയുടെ മകനായ യോസാദാവ്, ബിന്നൂവിൻ്റെ മകനായ നൊവദ്യാവ് എന്നീ ലേവ്യരും ഉണ്ടായിരുന്നു. എല്ലാ എണ്ണപ്രകാരവും തൂക്കപ്രകാരവും കൊടുത്തു. തൂക്കമൊക്കെയും ആ സമയം തന്നെ എഴുതി വെച്ചു. പ്രവാസത്തിൽ നിന്ന് മടങ്ങി വന്ന പ്രവാസികൾ ഇസ്രായേലിലെ ദൈവത്തിന് ഹോമയാഗമായിട്ട് എല്ലാ ഇസ്രായേലിനും വേണ്ടി 12 കാളയെയും 96 ആട്ടുകൊറ്റനെയും 77 കുഞ്ഞാടിനെയും പാപയാഗത്തിനായിട്ട് 12 വെള്ളാട്ടുകൊറ്റനെയും അർപ്പിച്ചു. അതൊക്കെയും യഹോവയ്ക്ക് ഹോമയാഗമായിരുന്നു. അവർ രാജാവിൻ്റെ ആജ്ഞാപത്രങ്ങൾ നദിക്ക് ഇക്കരെ രാജാവിൻ്റെ സംസ്ഥാനപതികൾക്കും നാടുവാഴികൾക്കും കൊടുത്തു. അവർ ജനത്തിനും ദൈവത്തിൻ്റെ ആലയത്തിനും വേണ്ടുന്ന സഹായം ചെയ്തു. എസ്രയുടെ പുസ്തകം 9-ാം അധ്യായം. അതിനുശേഷം പ്രഭുക്കന്മാർ എൻ്റെ അടുക്കൽ വന്നു.
ഇസ്രയേൽ ജനവും പുരോഹിതന്മാരും ലേവ്യരും ദേശനിവാസികളോടുകൂടെ വേർപെടാതെ കനാന്യർ, ഹിത്യർ, പെരിസ്യർ, യെബൂസ്യർ, അമ്മോന്യർ, മോവാബ്യർ, മിസ്രയീമ്യർ, അമോര്യർ എന്നിവരുടെ മ്ലേച്ഛതകളെ ചെയ്തു വരുന്നു. അവരുടെ പുത്രന്മാരെ അവർക്ക് തങ്ങൾക്കും തങ്ങളുടെ പുത്രന്മാർക്കും ഭാര്യമാരായി എടുത്തുകൊണ്ട് വിശുദ്ധ സന്തതി ദേശനിവാസികളോട് ഇടകലർന്നു പോയി. പ്രഭുക്കന്മാരുടെയും പ്രമാണികളുടെയും കൈതന്നെ ഈ അകൃത്യത്തിൽ ഒന്നാമതായിരിക്കുന്നു എന്നും പറഞ്ഞു. ഈ വർത്തമാനം കേട്ടപ്പോൾ ഞാൻ എൻ്റെ വസ്ത്രവും മേലങ്കിയും കീറി എൻ്റെ തലയിലും താടിയിലുമുള്ള രോമം വലിച്ചു പറിച്ചു സ്തംഭിച്ചു കുത്തിയിരുന്നു. പ്രവാസികളുടെ അകൃത്യ നിമിത്തം ഇസ്രായേലിൻ്റെ ദൈവത്തിൻ്റെ വചനത്തിങ്കിൽ വിറയ്ക്കുന്നവരൊക്കെയും എൻ്റെ അടുക്കൽ വന്നുകൂടി. എന്നാൽ ഞാൻ സന്ധ്യായാഗം വരെ സ്തംഭിച്ചു കുത്തിയിരുന്നു. സന്ധ്യായാഗത്തിൻ്റെ സമയത്ത് ഞാൻ എൻ്റെ ആത്മതപനം വിട്ട് എഴുന്നേറ്റ് കീറിയ വസ്ത്രത്തോടും മേലങ്കിയോടും കൂടെ മുട്ടുകുത്തി എൻ്റെ ദൈവമായ യഹോവയിങ്കലേക്ക് കൈമലർത്തി പറഞ്ഞത് എന്തെന്നാൽ, എൻ്റെ ദൈവമേ, ഞാൻ എൻ്റെ മുഖം എൻ്റെ ദൈവമായ നിങ്കലേക്ക് ഉയർത്തുവാൻ ലജ്ജിച്ചു നാണിച്ചിരിക്കുന്നു. ഞങ്ങളുടെ അകൃത്യങ്ങൾ ഞങ്ങളുടെ തലയ്ക്കുമീതെ പെരുകി കവിഞ്ഞിരിക്കുന്നു. ഞങ്ങളുടെ കുറ്റം ആകാശത്തോളം വളർന്നിരിക്കുന്നു. ഞങ്ങളുടെ പിതാക്കന്മാരുടെ കാലം മുതൽ ഇന്നുവരെയും ഞങ്ങൾ വലിയ കുറ്റക്കാരായിരിക്കുന്നു. ഞങ്ങളുടെ അകൃത്യങ്ങൾ നിമിത്തം ഞങ്ങളും ഞങ്ങളുടെ രാജാക്കന്മാർക്കും പുരോഹിതന്മാർക്കും ഇന്നുള്ളതുപോലെ വിദേശ രാജാക്കന്മാരുടെ കയ്യിൽ വാളിനും പ്രവാസത്തിനും കവർച്ചയ്ക്കും അപമാനത്തിനും ഏൽപ്പിക്കപ്പെട്ടിരിക്കുന്നു. ഇപ്പോഴോ ഞങ്ങളുടെ ദൈവം ഞങ്ങളുടെ കണ്ണുകളെ പ്രകാശിപ്പിക്കേണ്ടതിനും ഞങ്ങളുടെ ദാസ്യസ്ഥിതിയിൽ ഞങ്ങൾക്ക് കുറഞ്ഞൊരു ജീവശക്തി നൽകേണ്ടതിനും ഞങ്ങളിൽ ഒരു ശേഷിപ്പിനെ രക്ഷിച്ച് തൻ്റെ വിശുദ്ധ സ്ഥലത്ത് ഞങ്ങൾക്കൊരു പാർപ്പിടം തരുവാൻ തക്കവണ്ണം ഞങ്ങൾക്കൊരു ക്ഷണനേരത്തേക്ക് ഞങ്ങളുടെ ദൈവമായ യഹോവ കൃപ കാണിച്ചിരിക്കണം. ഞങ്ങൾ ദാസന്മാരാകുന്നു സത്യം, എങ്കിലും ഞങ്ങളുടെ ദാസ്യസ്ഥിതിയിൽ ഞങ്ങളുടെ ദൈവം ഞങ്ങളെ ഉപേക്ഷിക്കാതെ ഞങ്ങളുടെ ദൈവത്തിൻ്റെ ആലയം പണിയുകയും അതിൻ്റെ ശൂന്യങ്ങളെ നന്നാക്കുകയും ചെയ്യേണ്ടതിന് ഞങ്ങൾക്ക് ജീവശക്തി നൽകുവാനും യഹൂദായിലും യെരൂശലേമിലും ഞങ്ങൾക്കൊരു സങ്കേതം തരുവാനും പാർസി രാജാക്കന്മാരുടെ ദൃഷ്ടിയിൽ ഞങ്ങൾക്ക് ദയ ലഭിക്കുമാറാക്കിയിരിക്കുന്നു. ഇപ്പോൾ ഞങ്ങളുടെ ദൈവമേ, ഇതിന് ഞങ്ങൾ എന്തു പകരം പറയേണ്ടു? നിങ്ങൾ കൈവശമാക്കുവാൻ ചെല്ലുന്ന ദേശനിവാസികളുടെ മലിനതയാലും ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ അവർ നിറച്ചിരിക്കുന്ന മ്ലേച്ഛതയാലും അവരുടെ അശുദ്ധിയാലും മലിനപ്പെട്ടിരിക്കുന്ന ദേശമത്രേ. ആകയാൽ നിങ്ങൾ ശക്തിപ്പെട്ട് ദേശത്തിൻ്റെ നന്മ അനുഭവിച്ച് അത് എന്നേക്കും നിങ്ങളുടെ മക്കൾക്ക് അവകാശമായി വച്ചേക്കേണ്ടതിന് നിങ്ങളുടെ പുത്രിമാരെ അവരുടെ പുത്രന്മാർക്ക് കൊടുക്കാതെയും അവരുടെ പുത്രിമാരെ നിങ്ങളുടെ പുത്രന്മാർക്ക് എടുക്കാതെയും അവരുടെ സമാധാനവും നന്മയും ഒരിക്കലും കരുതാതെയും ഇരിക്കണം എന്നിങ്ങനെ നിന്റെ ദാസന്മാരായ പ്രവാചകന്മാർ മുഖാന്തരം നീ അരുളി ചെയ്ത കൽപ്പനകളെ ഞങ്ങൾ ഉപേക്ഷിച്ചു കളഞ്ഞുവല്ലോ. ഇപ്പോൾ ഞങ്ങളുടെ ദുഷ്പ്രവൃത്തികളും മഹാപാതകവും ഹേതുവായി ഇതെല്ലാം ഞങ്ങളുടെ മേൽ വന്ന ശേഷം ഞങ്ങളുടെ ദൈവമേ, നീ ഞങ്ങളുടെ അകൃത്യങ്ങൾക്ക് തക്കവണ്ണം ഞങ്ങളെ ശിക്ഷിക്കാതെ ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു ശേഷിപ്പിനെ തന്നിരിക്കെ ഞങ്ങൾ നിന്റെ കൽപ്പനകളെ വീണ്ടും ലംഘിക്കുകയും ഈ മ്ലേച്ഛത ചെയ്യുന്ന ജാതികളോട് സംബന്ധം കൂടുകയും ചെയ്യാമോ? ചെയ്താൽ ഒരു ശേഷിപ്പോ തെറ്റിയൊഴിഞ്ഞവരോ ഉണ്ടാകാതെ വണ്ണം നീ ഞങ്ങളെ മുടിച്ചു കളയുവോളം ഞങ്ങളോട് കോപിക്കുകയില്ലയോ? ഇസ്രായേലിലെ ദൈവമായ യഹോവേ, നീ നീതിമാൻ. ഞങ്ങളോ ഇന്നുള്ളതുപോലെ തെറ്റിയൊഴിഞ്ഞ ഒരു ശേഷിപ്പത്രേ. ഞങ്ങളുടെ പാതകത്തോടു കൂടെ ഇതാ ഞങ്ങൾ നിന്റെ മുമ്പാകെ ഇരിക്കുന്നു. അത് നിമിത്തം നിന്റെ മുമ്പാകെ നിൽപ്പാൻ ആർക്കും കഴിവില്ല. എസ്രയുടെ പുസ്തകം 10-ാം അധ്യായം. എസ്ര ഇങ്ങനെ ദൈവാലയത്തിന് മുമ്പിൽ വീണുകിടന്നു കരഞ്ഞു പ്രാർത്ഥിക്കുകയും ഏറ്റുപറയുകയും ചെയ്തപ്പോൾ പുരുഷന്മാരും സ്ത്രീകളും പൈതങ്ങളുമായി ഇസ്രായേല്യരുടെ ഏറ്റവും വലിയൊരു സഭ അവൻ്റെ അടുക്കൽ വന്നുകൂടി. ജനവും വളരെ കരഞ്ഞു. അപ്പോൾ ഏലാമിൻ്റെ പുത്രന്മാരിൽ ഒരുവനായ യെഹിയേലിൻ്റെ മകൻ ശഖന്യാവ് എസ്രായോട് പറഞ്ഞത്, നാം നമ്മുടെ ദൈവത്തോട് ദ്രോഹം ചെയ്ത് ദേശനിവാസികളിൽ നിന്ന് അന്യജാതിക്കാരത്തികളെ വിവാഹം ചെയ്തിരിക്കുന്നു. എങ്കിലും ഈ കാര്യത്തിൽ ഇസ്രായേലിന് വേണ്ടി ഇനിയും പ്രത്യാശയുണ്ട്. ഇപ്പോൾ ആ സ്ത്രീകളെയൊക്കെയും അവരിൽ നിന്ന് ജനിച്ചവരെയും യജമാനൻ്റെയും നമ്മുടെ ദൈവത്തിൻ്റെ കൽപ്പനയെങ്കിൽ വിറയ്ക്കുന്നവരുടെയും നിർണയപ്രകാരം നീക്കിക്കളയുവാൻ നമ്മുടെ ദൈവത്തോട് നാം ഒരു നിയമം ചെയ്യുക. അത് ന്യായപ്രമാണത്തിന് അനുസാരമായി നടക്കട്ടെ. എഴുന്നേൽക്ക, ഇത് നീ നിർവഹിക്കേണ്ടുന്ന കാര്യമാകുന്നു. ഞങ്ങൾ നിനക്ക് തുണയായിരിക്കും. ധൈര്യപ്പെട്ട് പ്രവർത്തിക്കുക. അങ്ങനെ എസ്ര എഴുന്നേറ്റ് ഈ വാക്കുപോലെ ചെയ്യേണ്ടതിന് പുരോഹിതന്മാരുടെയും ലേവ്യരുടെയും പ്രഭുക്കന്മാരുടെയും എല്ലാ ഇസ്രായേല്യരുടെയും കൊണ്ട് സത്യം ചെയ്യിച്ചു. അവർ സത്യം ചെയ്തു. എസ്ര ദൈവാലയത്തിന് മുമ്പിൽ നിന്ന് എഴുന്നേറ്റ് എല്യാശീബിൻ്റെ മകനായ യഹോഹാനാൻ്റെ അറയിൽ ചെന്ന് പ്രവാസികളുടെ ദ്രോഹനിമിത്തം അവൻ ദുഃഖിച്ചും കൊണ്ട് അപ്പം തിന്നാതെയും വെള്ളം കുടിക്കാതെയും അവിടെ രാപാർത്തു.
അനന്തരം അവർ സകല പ്രവാസികളും യെരൂശലേമിൽ വന്നുകൂടേണം എന്നും പ്രഭുക്കന്മാരുടെയും മൂപ്പന്മാരുടെയും നിർണയപ്രകാരം 3 ദിവസത്തിനകം ആരെങ്കിലും വരാതെ ഇരുന്നാൽ അവൻ്റെ വസ്തുവകയൊക്കെയും കണ്ടുകെട്ടി എടുക്കുകയും അവനെ പ്രവാസികളുടെ സഭയിൽ നിന്ന് പുറത്താക്കി കളയുകയും ചെയ്യുമെന്നും യഹൂദായിലും യെരൂശലേമിലും പ്രസിദ്ധമാക്കി. അങ്ങനെ യഹൂദായുടെയും ബെന്യാമീൻ്റെയും സകല പുരുഷന്മാരും 3-ാം ദിവസത്തിനകം യെരൂശലേമിൽ വന്നുകൂടി. അത് 9-ാം മാസം 20-ാം തീയതിയായിരുന്നു. സകല ജനവും ആ കാര്യം ഹേതുവായിട്ട് വൻമഴ നിമിത്തവും വിറച്ചും കൊണ്ട് ദൈവാലയത്തിന് മുറ്റത്ത് ഇരുന്നു. അപ്പോൾ എസ്രാ പുരോഹിതൻ എഴുന്നേറ്റ് അവരോട്, നിങ്ങൾ ദ്രോഹം ചെയ്തു. ഇസ്രയേലിൻ്റെ കുറ്റത്തെ വർദ്ധിപ്പിക്കേണ്ടതിന് അന്യജാതിക്കാരത്തികളെ വിവാഹം കഴിച്ചിരിക്കുന്നു. ആകയാൽ ഇപ്പോൾ നിങ്ങൾ നിങ്ങളുടെ പിതാക്കന്മാരുടെ ദൈവമായ യഹോവയോട് പാപം ഏറ്റുപറയുകയും അവൻ്റെ ഇഷ്ടമനുസരിച്ച് ദേശനിവാസികളോടും അന്യജാതിക്കാരത്തികളോടും വേർപെടുകയും ചെയ്യുവിൻ എന്ന് പറഞ്ഞു. അതിന് സർവ്വസഭയും ഉറക്കെ ഉത്തരം പറഞ്ഞത്, നീ ഞങ്ങളോട് പറഞ്ഞ വാക്കുപോലെ തന്നെ ഞങ്ങൾ ചെയ്യേണ്ടതാകുന്നു. എങ്കിലും ജനം വളരെയും ഇത് വർഷകാലവും ആകുന്നു. വെളിയിൽ നിൽപ്പാൻ ഞങ്ങൾക്ക് കഴിവില്ല. ഈ കാര്യത്തിൽ ഞങ്ങൾ അനേകരും ലംഘനം ചെയ്തിരിക്കുകയാൽ ഇത് 1 ദിവസം കൊണ്ടോ 2 ദിവസം കൊണ്ടോ തീരുന്ന സംഗതിയുമല്ല. ആകയാൽ ഞങ്ങളുടെ പ്രഭുക്കന്മാർ സർവ്വസഭയ്ക്കും പ്രതിനിധികളായി നിൽക്കട്ടെ. ഈ കാര്യനിമിത്തം നമ്മുടെ ദൈവത്തിനുള്ള കഠിനകോപം ഞങ്ങളെ വിട്ടുമാറുവോളം ഞങ്ങളുടെ പട്ടണങ്ങളിൽ അന്യജാതിക്കാരെയും വിവാഹം കഴിച്ചിരിക്കുന്ന ഏവരും അവരോടുകൂടെ അവിടങ്ങളിലെ മൂപ്പന്മാരും ന്യായാധിപന്മാരും നിശ്ചയിക്കപ്പെട്ട സമയങ്ങളിൽ വരികയും ചെയ്യട്ടെ. അതിന് അസാഹേലിൻ്റെ മകനായ യോനാഥാനും തുഖയുടെ മകനായ യഹ്സയാവും മാത്രം വിരോധം പറഞ്ഞു. മെശുല്ലാമും ശബദ്ദായി എന്ന ലേവ്യരും അവരെ താങ്ങിപ്പറഞ്ഞു. പ്രവാസികളോ അങ്ങനെ തന്നെ ചെയ്തു. ഇസ്രായേൽ പുരോഹിതനെയും പിതൃഭവനമായി ചില പിതൃഭവന തലവന്മാരെയും പേരുപേരായി തിരഞ്ഞെടുത്തു. അവർ ഈ കാര്യം വിസ്തരിപ്പാൻ 10-ാം മാസം 1-ാം തീയതി യോഗം കൂടി വന്നു. അന്യജാതിക്കാരത്തികളെ വിവാഹം കഴിച്ചിരുന്ന സകല പുരുഷന്മാരുടെയും കാര്യം അവർ 1-ാം മാസം 1-ാം തീയതി കൊണ്ട് തീർത്തു. പുരോഹിതന്മാരുടെ പുത്രിമാരിലും അന്യജാതിക്കാരത്തികളെ വിവാഹം കഴിച്ചിരുന്ന സകല പുരുഷന്മാരുടെയും കാര്യം അവർ 1-ാം മാസം 1-ാം തീയതി കൊണ്ട് തീർത്തു. പുരോഹിതന്മാരുടെ പുത്രന്മാരിലും അന്യജാതിക്കാരത്തികളെ വിവാഹം കഴിച്ചവരുണ്ടായിരുന്നു. അവരാരെന്നാൽ യോസാദാക്കിൻ്റെ മകനായ യേശുവയുടെ പുത്രന്മാരിലും അവൻ്റെ സഹോദരന്മാരിലും മയശാവ്, ഏലിയേസർ, യാരീബ്, ഗദല്യാവ് എന്നിവർ തന്നെ. ഇവർ തങ്ങളുടെ ഭാര്യമാരെ ഉപേക്ഷിക്കാം എന്ന് കൈയടിച്ചു. അവർ കുറ്റക്കാരായതുകൊണ്ട് തങ്ങളുടെ കുറ്റത്തിനായി ഓരോ ആട്ടുകൊറ്റന് യാഗം കഴിച്ചു. ഇമ്മീരിൻ്റെ പുത്രന്മാരിൽ ഹനാനി, ശബദ്യാവ്, യാരീബിൻ്റെ പുത്രന്മാരിൽ മയശാവ്, ഏലിയാവ്, ഷെമയ്യാവ്, യഹിയേൽ, ഉസിയാവ്, പഹൂഷിൻ്റെ പുത്രന്മാരിൽ എല്യോവേദാനായി, മയശയാവ്, ഇഷ്മായേൽ, നെഥനയേൽ, യോസാബാദ്, എലയാസ. ലേവരിൽ യോസാബാദ്, ഷിമെയി, കെലീദ എന്നു പേരുള്ള കേലായാവ്, പെദദ്യാവ്, യഹൂദ, എലയാസർ. സംഗീതക്കാരിൽ എല്യാഷീബ്, വാതിൽ കാവൽക്കാരിൽ ഷല്ലൂം, തെലയും, ഊരി. ഇസ്രയേലിൽ പാരോഷിൻ്റെ പുത്രന്മാരിൽ രമ്യാവ്, ഇഷിയാവ്, മൽക്കിയാവ്, മിയാമീൻ, എലയാസർ, മിൽക്കിയാവ്, ബെനായാവ്. ഏലാമിൻ്റെ പുത്രന്മാരിൽ മഥന്യാവ്, സഖരിയാവ്, യഹിയേൽ, അബ്നി, യെരേമോത്ത്, ഏലിയാവ്. യൂവിൻ്റെ പുത്രന്മാരിൽ എല്യോവേനായി എല്യാഷീബ്, മഥന്നായി, യെരേമോത്ത്, സാബാദ്, അസീസ. ബേബായിയുടെ പുത്രന്മാരിൽ യഹോഹാനാൻ, ഹനന്യാവ്, സബ്ബായി, അദലായി. ബാനിയുടെ പുത്രന്മാരിൽ മെശുല്ലാം, മല്ലൂക്ക്, അദിയാവ്, യാശൂബ്, യയാൽ, യെരേമോത്ത്. പഹത്തു മോവാബിൻ്റെ പുത്രന്മാരിൽ അദ്ന, കേലാൽ, ബെനായാവ്, മയശയാബ്, മഥന്യാവ്, ബെസലയേൽ, ബിന്നൂവി, മനശ്ശെ. ഹാരീമിൻ്റെ പുത്രന്മാരിൽ എലിയേസർ, ഇഷിയാവ്, മൽക്കിയാവ്, ഷെമയ്യാവ്, ഷിമയോൻ, ബെന്യാമീൻ, മല്ലൂക്ക്, ഷെമര്യാവ്. ഹാഷൂമിൻ്റെ പുത്രന്മാരിൽ മഥന്നായി, മദ്ദ, സാബാദ്, എലിഫെലത്ത്, യെരേമായി, മനശ്ശെ, ഷിമയി. ബാനിയുടെ പുത്രന്മാരിൽ മയദാനി, അമ്രാം, ഊവേൽ, ബെനായാവ്, ബെദയാവ്, കെലൂഹും, മന്യാവ്, മെരേമോത്ത്, എല്യാഷീബ്, മഥന്യാവ്, മെഥന്നായി, യാഹു, ബാനി, ബിന്നൂയി, ഷിമയി, ഷേലമ്യാവ്, നാഥാൻ, അദായാവ്, മക്നദബായി, ഷാഷായി, ഷാരായി, അസരയേൽ, ഷേലമ്യാവ്, ശമര്യാവ്, ഷല്ലൂം, അമര്യാവ്, യോസേഫ്. നെബോത്തിൻ്റെ പുത്രന്മാരിൽ യെയിയേൽ, മിഥിത്യാവ്, സാബാദ്, സെബീന, യദ്ദായി, യോവേൽ, ബെനായാവ്. ഇവരെല്ലാവരും അന്യജാതിക്കാരത്തികളെ വിവാഹം കഴിച്ചിരുന്നു. അവരിൽ ചിലർക്ക് മക്കളെ പ്രസവിച്ച ഭാര്യമാരും ഉണ്ടായിരുന്നു.